സുഹൃത്തുക്കളെ, ഈ കുറച്ചു കാലമായിട്ട് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരാറുള്ള ഒരു പ്രതിഭാസമാണ് ആൾക്കൂട്ട ആക്രമണം അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളത്. ഈ ആൾക്കൂട്ട കൊലപാതകം കുറേ ആളുകൾ കൂടി ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നു, അടിച്ചു കൊല്ലുന്നു, ലിഞ്ചിങ് ഓപ്പറേഷൻ, അടിച്ചു കൊല്ലുന്നു. ഇതുപോലുള്ള സംഭവ വികാസങ്ങളൊക്കെ ധാരാളമായിട്ട് നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വളരെ അപരിചിതമായ, അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടുകേൾവില്ലാത്തതായിരുന്നു. എന്നാൽ കുറച്ചു മുമ്പ് നാം താമരശ്ശേരിയിൽ നിന്ന് ആ വാർത്ത കേട്ടു. ഒരു ചെറുപ്പക്കാരനെ, ഒരു വിദ്യാർത്ഥിയെ വേറെ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹം മരിച്ചുപോയി. ഒരു കൊലപാതകം അങ്ങനെ നടന്നു, അല്ലെങ്കിൽ അടിച്ചു കൊന്നു എന്ന് പറയുന്നതും ശരിയാണ്. ഇന്നിപ്പോൾ ഇവിടെ കോഴിക്കോട് നഗരത്തിന് തൊട്ടടുത്ത് തന്നെ, മെഡിക്കൽ കോളേജിനെല്ലാം അടുത്ത്, ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇതേപോലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ഒരു ഗ്രൂപ്പ് സംഘടിച്ചു വരികയും സൂരജ് എന്ന ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ തന്നെ മർദ്ദിച്ച് കൊല്ലുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഒരു ചെറിയ പ്രതിഭാസമായിട്ട്, ഇത് വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ് എന്ന രീതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഒരു പുതിയ പ്രക്രിയ, അടിച്ചുകൊല്ലൽ. പലതരത്തിലുള്ള കൊലപാതകങ്ങളും, കുത്തിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, വെടിവെച്ച് കൊല്ലുക, പലതരത്തിലുള്ള കൊലപാതകങ്ങളും നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ അടിച്ചു കൊല്ലുക കേരളത്തിന് അപരിചിതമാണ്. ആ സംഗതികൾ ഇവിടെയും പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റ് പല സംഭവങ്ങളിലേക്കും ബാധകമായിട്ടുള്ള, അതിനൊക്കെ നിദാനമായിട്ടുള്ളത് ലഹരി ഉപയോഗം വർദ്ധിച്ചതാണ്, സാർവത്രികമായതാണ് ലഹരി ഉപയോഗം എന്നാണല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ലഹരി ഉപയോഗം തന്നെയാകാം ഇതിൻ്റെയും കാരണം എന്ന് വിചാരിക്കും. പക്ഷേ ആ വിചാരം ശരിയായിക്കൊള്ളണമെന്നില്ല. പലതരം പ്രതികാരങ്ങളും മുതിർന്നവർ പോലും പങ്കെടുത്തിട്ടുള്ള, ഒരു കുടുംബത്തിലെ മുതിർന്നവർ പോലും പങ്കെടുത്തിട്ടുള്ള സംഭവമായതുകൊണ്ട് കേവല ലഹരി ഉപയോഗം ആയിക്കൊള്ളണമെന്നില്ല. ഈ ഇരിങ്ങല്ലൂർ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ലഹരിയുടെ ഉപയോഗം ഉണ്ടാവുക സ്വാഭാവികം. ശബാസനം മർദ്ദിച്ചു കൊന്നതിൽ ലഹരി ഉപയോഗമുണ്ട് എന്നത് ഏതാണ്ട് തീർച്ചയായിട്ടും. അതിലെ പ്രതികളായ 6 പേർ ഇപ്പോഴും ജുവനൈൽ ഹോമിൽ റിമാൻഡിൽ കഴിയുകയാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ആ സമയത്താണ് മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം കൂടി നടന്നിരിക്കുന്നത്. ഈ സംഭവം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് ലഹരി ഉപയോഗം മൂലമാണ് എന്നാണ് പറഞ്ഞു വന്നത്. എന്നാൽ ഈ ലഹരി ഉപയോഗം സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട, സമൂഹത്തെ കൈപിടിച്ച് നടത്തേണ്ട ആളുകളാണ് എന്നതാണ് വിചിത്രമായ വസ്തുത. പ്രത്യേകിച്ച് സിനിമാ ലോകം. നേരത്തെ നാം ചൂണ്ടിക്കാട്ടുകയുണ്ടായി, നമ്മുടെ കേരള സമൂഹത്തിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്, പരസ്പരം തല്ലും കുത്തും വർദ്ധിച്ചു വരുന്നത്, കൊലപാതകം യാതൊരു വിമിഷ്ടവുമില്ലാത്ത, വൈമനസ്യവുമില്ലാത്ത, യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത ഒരു പ്രക്രിയയായി മാറാനുള്ള കാരണം പോലും ലഹരി ഉപയോഗമാണ്. ലഹരി ഉപയോഗത്തിനപ്പുറം അത് സിനിമാ മേഖലയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. മാർക്കോ പോലുള്ള സിനിമകളും അക്രമത്തെ കാണിച്ചു കൊടുക്കുന്നു, അക്രമം എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുന്നു, വെടിവെപ്പ് കാണിക്കുന്നു, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, യഥേഷ്ടം കൊലപാതകങ്ങൾ, 1ഉം 2ഉം പേരെയല്ല വെടിവെച്ച് കൊല്ലുന്നത്, ആൾക്കൂട്ടത്തെ കൂട്ടമായി വെടിവെച്ച് കൊല്ലുന്ന, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിലുള്ള ആ അവതരണമുണ്ടല്ലോ സിനിമയിലെ, അത് ഇതിന് പലപ്പോഴും കാരണമാവുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സിനിമാ സംവിധായകനാണ്, ഖാലിദ് റഹ്മാൻ. ആ സിനിമാ സംവിധായകന് പുറമെ അതിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെ സിനിമാ പ്രവർത്തകരാണ്. അതിനുമുമ്പ് ഷൈൻ ടോം ചാക്കോ, അയാളെ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഹോട്ടൽ മുറിയിൽ ജനാലിൽ കൂടെ ഇറങ്ങി ചാടി ഓടി സ്വിമ്മിംഗ് പൂളിൽ ചാടി ഒക്കെ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് പോലീസ് വിളിച്ചു വരുത്തിയ ശേഷം പോലീസിനോട് താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തി. സാധാരണ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല, രാസലഹരി ഇതുപോലെ
വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ആ കൂട്ടത്തിലാണ് ഈ സിനിമാ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അവരുടെ പേരിൽ കേസെടുക്കുന്നതും അവരെ ചോദ്യം ചെയ്യുന്നതും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട ഖാലിദ് റഹ്മാൻ സിനിമ സംവിധായകനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ സിനിമ തല്ലുമാല. അത്തരം തല്ലുമാല പോലുള്ള സിനിമകൾ ഒട്ടനീളം അടിയാണ് സിനിമകളിൽ. തല്ലുമാല മാത്രമാണോ? ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന പുതിയ സിനിമ, അതിലെന്താണ്? ബോക്സിങ്, കുത്തുക, ഇടിച്ചു നിരപ്പാക്കുക ആളുകളെ, അതിനുശേഷം തെരുവ് തല്ലും. ഇതാണ് ഈ കൂട്ടർ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ലഹരി ഉപയോഗിച്ചിട്ടാണ്, കഞ്ചാവ് അടിച്ചിട്ടാണ് ഇവർ ഈ സിനിമകളെ അതിൻ്റെ തിരക്കഥകളുമൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ അപകടകരമാണ്.